ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഇളനീർ കൊണ്ട് നല്ലൊരു മധുരമാണ്. ഇളനീർ പുഡിംഗ് അല്ലെങ്കിൽ ഇളനീർ ഷേക്കൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. പേര് മധുരം തയ്യാറാക്കിയെടുക്കുന്നതിന് ഞാനിവിടെ 2 ഇളനീരാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് ഭാഗം നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തില്ല, ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് നുറുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വലുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് നമ്മൾ ഇതിലോട്ട് ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, കാരണം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇടയ്ക്ക് കടിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ മറ്റൊരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ചെറിയ തേങ്ങയുടെ പാലാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. അതായത് തേങ്ങയുടെ 1/4 പാല് 1/2 കപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരളവ്. ലിറ്റർ പാല്, പശുവിൻ പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പാല് നമ്മൾ ആദ്യം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഈ പാല് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. പാല് ചെറുതായിട്ട് കുറുക്കിയെടുത്ത് ചെയ്യുമ്പോഴാണ് ഇളനീർ പായസത്തിന് നല്ല രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാല് ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ? പാല് നന്നായിട്ട് കുറുകി. നമ്മൾ എടുത്ത പാല് ഏകദേശം പകുതി ഭാഗത്തോളം കുറുക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ മധുരം അധികം ഇടുന്നത് ഇത് നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിലർക്ക് മധുരം അധികം വേണ്ടി വരില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. മിൽക്ക് മെയ്ഡും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി, ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളതോ അതല്ലെങ്കിൽ ഏലക്കപ്പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അതോ ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇളനീര് ഇതുപോലെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇളനീരൊക്കെ നന്നായിട്ട് ഇതുമായിട്ട് മിക്സായി വന്ന് ചെറുതായിട്ടൊന്ന് തിള വരണം. ഒത്തിരി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്നുകൂടി ഒരു 3-4 മിനിറ്റ് ഇത് ചൂടായി കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കണ്ടില്ലേ, ഒരു 5 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇളനീരൊക്കെ നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ച് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 കപ്പോളം ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, ഇളനീരിൻ്റെ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തണുപ്പൊട്ടും താല്പര്യമില്ല അല്ലെങ്കിൽ തണുപ്പ് പിടിക്കാത്തവരാണെങ്കിൽ ചെറു ചൂടോടുകൂടി കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പായസത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ച് പിറ്റേ ദിവസം കഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ തണുപ്പോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ കുറച്ച് സമയം 2-3 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.